സ്റ്റാൻലി എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്രാൻഡ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇൻസ്റ്റഗ്രാമിലെ റീൽസിലൂടെയാണ്. US-ലൊക്കെ ടിക്ടോക്കിലൂടെ ഇത് ഫേമസ് ആയിരുന്നു. സോ ഇത് പെർട്ടിക്കുലർ ബ്രാൻഡ്, ഇത് കുറേ കാലമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇവർ മെയിൻലി വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ട്രക്കിങ്ങിനും അങ്ങനെ കുറച്ച് എന്താ പറയുക യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കര സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ വെള്ളം ഒഴിച്ചെന്ന് എത്രയോ നാൾ വരെ എത്രയോ മണിക്കൂർ തണുപ്പ് മാറാതെയും ചൂട് മാറാതെയൊക്കെ നിൽക്കും. അങ്ങനെയാണ് സ്റ്റാൻലി ബ്രാൻഡ്. അങ്ങനെ അവർ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഫേമസ് ആയതാണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ടാണോ അല്ലെങ്കിൽ അവർ ജെനുവിനായിട്ട് ചെയ്താണോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്. സോ എന്തുകൊണ്ട് ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ ഇത് എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് എനിക്കും വാങ്ങണം, അതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓക്കെ, നമ്മുടെ കാലത്തിൻ്റെ ഒപ്പം ഓടുന്ന ഒരാളായത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ച് കേൾക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ അച്ഛനമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ മെഡല് വെട്ടി അടിച്ചാണ് അവർ. സോ ഞാൻ ഇൻസ്റ്റയിൽ റീൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. റീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ അവരുടെ സ്റ്റാൻലി വാട്ടർ ബോട്ടിൽ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കഥ പോലെ കേട്ടോ അത്. അങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു, സ്റ്റാൻലി ബോട്ടിൽ കാറിൻ്റെ ഉള്ളിൽ വെച്ചു. കാർ എങ്ങനെയോ കത്ത് പിടിച്ച് പുള്ളിക്കാരി കാറിൻ്റെ മാറിയെല്ലാം കഴിഞ്ഞ് കാർ ഇങ്ങനെ തുറന്നു നോക്കുന്ന ടൈമിൽ സ്റ്റാൻലി വാട്ടർ ബോട്ടിൻ്റെ ഉള്ളിലുള്ള ഐസ് അത് മെൽറ്റ് പോലും ആയിട്ടുണ്ടായില്ല. ആ വാട്ടർ കോൾഡായിട്ടിരിക്കുന്നു. വാട്ടർ ബോട്ടിലൊന്നും പറ്റിയില്ല. അത് ഫുൾ കാർ കത്തിപ്പോയിട്ട് പോലും ആ വാട്ടർ ബോട്ടിലൊന്നും പറ്റിയില്ല. അവരത് വീഡിയോ ഇട്ടപ്പോഴേക്കും സ്റ്റാൻലി വാട്ടർ ബോട്ടിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ പൂട്ടിപ്പോകാനുള്ള എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം